അപ്പോൾ നിലവിൽ കിട്ടുന്ന മഴ വളരെ തീവ്രമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യുമുലോ നിംബസ് ക്ലൗഡ്സിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതായത് കൂമ്പാരമായിട്ട് മുകളിലോട്ട് വളരുന്ന വെർട്ടിക്കലി ഗ്രോ ചെയ്യുന്ന ക്ലൗഡ്സ്. അത് പ്രീ മൺസൂൺ സീസണിൽ അത്തരം ക്ലൗഡ്സ് ആണ് ഉള്ളത്. അത്തരം മേഘങ്ങളിൽ നിന്ന് കിട്ടുന്നത് മഴ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1-2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് വളരെ ശക്തമായിട്ട് പെയ്യുക. ഇന്ന് കളമശ്ശേരിയിലെപ്പടി ഒരു മണിക്കൂറിൽ 103 മില്ലിമീറ്റർ മഴ, അതായത് 10 സെൻറ്റിമീറ്റർ മഴ ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ റഡാർ സെൻറ്ററിലുള്ള മഴമാപിനിയിൽ 103 മില്ലിമീറ്റർ റെയിൻഫോൾ ഒരു മണിക്കൂറിൽ രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം മഴയൊക്കെ നമുക്ക് കേരളത്തിന് അത്ര പരിചിതമല്ല. 2019 നമുക്ക് ഇതുപോലെ മേഘവിസ്ഫോടനമെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഴ പെയ്ത്ത് തുടങ്ങിയത്. അപ്പോൾ തന്നെ പഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇത്തരം ഒരു മഴയുടെ സ്വഭാവം ഇങ്ങനെയാണ് കേരളത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അത് നമുക്ക് വളരെയധികം കരുതിയിരിക്കേണ്ടതാണ്. കാരണം കേരളത്തിന് അത്തരം സാധാരണ നമുക്ക് മൺസൂൺ സീസണിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 250 സെൻറ്റിമീറ്റർ മഴയാണെങ്കിൽ അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസങ്ങൾ കൊണ്ടാണ് 122 ദിവസങ്ങളിലാണ് ഈ 300 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നത്, അല്ലെങ്കിൽ 250 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നത്. അതായത് മഴ ദിനങ്ങളുടെ എണ്ണം ശരാശരി ഒരു 80 ഉണ്ടെങ്കിൽ ഒരു ദിവസം ലഭിക്കുന്ന മഴ 2 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ ഒക്കെ ആയിരിക്കും. പരമാവധി മോഡറേറ്റ് ആയിട്ടുള്ള 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയാണ് കേരളത്തിൽ ചുരുങ്ങിയതൊരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ നിലവിൽ നമുക്ക് വളരെയധികം ശക്തമായ മഴ ഒരു മണിക്കൂറിൽ 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതലൊക്കെയായിട്ടുള്ള മഴ രേഖപ്പെടുത്തപ്പെടുന്നത് നമ്മുടെ മഴയുടെ സ്വഭാവം മാറുന്നു എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം മഴ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനാണ് സാധ്യത.